എല്ലാവർക്കും ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. മഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച് തിരിച്ച് മഞ്ചേരിയിൽ തന്നെ എത്തുന്നത് വരെ ഏകദേശം 500 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ച യാത്രയുടെ വീഡിയോ ആണിത്. അപ്പോൾ ഒരുപാട് നല്ല സ്ഥലങ്ങളിലൂടെ, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെ നമ്മൾ പോയ യാത്രയാണ്. കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ പോയതാണ്. ഇത് നമ്മൾ ഞാവൽപ്പഴം പറിക്കുന്നതാണ് കാട്ടുന്ന്. തൃശ്ശൂർ ചാലക്കുടി വഴി നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പെരിങ്ങൽകുത്ത് റിസർവോയർ, ഷോളയാർ റിസർവോയർ, അപ്പർ ഷോളയാർ, ആളിയാർ ഡാം എന്നിങ്ങനെയുള്ള ചെറുതും വലുതുമായ ജലവൈദ്യുത പദ്ധതികളും ഡാമുകളും ഒക്കെ കണ്ട് ആളിയാർ റിസർവ് ഫോറസ്റ്റ്, ആനമല ടൈഗർ റിസർവ് എന്നീ വലിയ കാടുകളിലൂടെ വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ട് മലക്കപ്പാറ വാൾപ്പാറ വഴിയിലൂടെ തമിഴ്നാടിൻ്റെ ഗ്രാമീണതയും തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയ ഒരു യാത്രയാണ് ഇത്. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ്. ഞങ്ങളുടെ ലക്ഷ്യം അങ്ങോട്ടേക്കായിരുന്നില്ല, അതുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല. മറ്റൊരു ദിവസം അവിടേക്ക് മാത്രമായി വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലെത്താൻ ഒരുപാട് സമയം വൈകും. ഇന്ന് ഒരു 500 കിലോമീറ്ററോളമുള്ള യാത്രയായതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇങ്ങനെ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ പറ്റിയാണ് പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇത് നമുക്കറിയാവുന്നതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 80 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ആണ് ഈ വെള്ളച്ചാട്ടം വന്ന് വീഴുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ കാണാനായിട്ട് എത്താറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോകേണ്ട. മഴക്കാലത്തൊക്കെ അത് കാണാൻ വളരെയധികം ഭംഗിയാണ്. ഷോളയാർ വനങ്ങളുടെ ഭാഗമാണ് ഈ വെള്ളച്ചാട്ടം. ഇത് ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് വെള്ളച്ചാട്ടം കൂടുതൽ മനോഹരമാകും. ആ സമയത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയും ഭംഗി വർദ്ധിക്കുന്നത് പോലെ തന്നെ ശക്തിയും വർദ്ധിക്കും. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന, ഏകദേശം 5 കിലോമീറ്റർ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ആതിരപ്പള്ളി കാണാനെത്തുന്നവരൊക്കെ ഇതും കൂടി കണ്ടിട്ടാണ് സാധാരണ പോകാറുള്ളത്. ചാലക്കുടി പുഴയുടെ ഭാഗം തന്നെയാണ് ഈ വെള്ളച്ചാട്ടം. ഷോളയാർ വനത്തിൽ തന്നെയാണുള്ളത്. ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളെയും വന്യജീവികളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മഴക്കാലത്ത് യാത്ര ചെയ്യുന്നത് കൂടുതൽ മനോഹരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകും. മരത്തിലൊരു മലയണ്ണാനുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ചെറുങ്ങനെ കണ്ടു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു കാനനപാത ആയതുകൊണ്ട് തന്നെ ഏത് സമയത്തും വാഹനങ്ങൾ കടത്തിവിടില്ല. അതുപോലെ തന്നെ അവർ വാഹനം ചെക്ക് ചെയ്തതിന് ശേഷം ശബ്ദമലിനീകരണമൊന്നുമില്ല എന്ന് ഉറപ്പുള്ള വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ. ബൈക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈലൻസറൊക്കെ അവർ ശരിയായ രൂപത്തിൽ നോക്കും. ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ 7 മണിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്താണ് നമ്മൾ കടത്തിവിടുക. ഇവിടെ മുതൽ നമ്മൾ ഷോളയാർ റിസർവോയർ അതിൻ്റെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. അറിയില്ല. ഷോളയാറിലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടേക്ക് എൻട്രി ഇല്ല, നമ്മളെ കടത്തിവിടില്ല. നമ്മൾ ബോർഡ് കണ്ടപ്പോൾ ജസ്റ്റ് പോയി നോക്കിയതാണ്. കേരളത്തിലെ ചാലക്കുടി നദിയിൽ കമ്മീഷൻ ചെയ്ത 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി. ഇതിൻ്റെ ശേഷി എന്ന് പറയുന്നത് 54 മെഗാവാട്ടാണ്. അതായത് 18 കപ്പാസിറ്റിയുള്ള 3 ടർബൈനുകൾ പ്രവർത്തിപ്പിച്ചിട്ടാണ് 54 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം 233 ദശലക്ഷം യൂണിറ്റാണ് വാർഷിക ഊർജ്ജ ഉൽപ്പാദനമായി പ്രതീക്ഷിക്കുന്നത്. ഇത് KSEBയുടെ കീഴിലുള്ള, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു പവർ ഹൗസും, അതുപോലെ തന്നെ നമ്മൾ ഈ യാത്രയിൽ പലപ്പോഴും ഈ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പ്, അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. 1966 മെയ് 9 പ്രവർത്തനം തുടങ്ങിയത്.
വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ മലക്കപ്പാറയ്ക്ക് സമീപമായാണ് ഇതിൻ്റെ പവർ ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയിൽ ഒരു ജലസംഭരണിയും 3 അണക്കെട്ടുകളും ഒരു പവർ ഹൗസുമാണുള്ളത്. അത് ഷോളയാർ പവർ ഹൗസാണ് നമ്മൾ നേരത്തെ കാണിച്ച. അതുപോലെ തന്നെ ഡാമുകൾ ഷോളയാർ അണക്കെട്ടുണ്ട്, അതുപോലെ തന്നെ ഷോളയാർ ഫ്ലാങ്കിങ് ഡാമുണ്ട്, ഷോളയാർ സാഡിൽ ഡാമുണ്ട്. ഇതിന് അണക്കെട്ടിന് 160 അടിയോളം ജലസംഭരണ ശേഷിയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് ഷോളയാർ. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ആളിയാർ റൂട്ടിൽ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ആതിരപ്പള്ളിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് പെരിങ്ങൽകുത്ത് അണക്കെട്ട്. 1957 പെരിങ്ങൽകുത്ത് അണക്കെട്ട് പൂർത്തിയായത്. അണക്കെട്ടിന് 366 മീറ്ററോളം നീളമുണ്ട്, 36 മീറ്റർ ഉയരമുണ്ട്. 949 പണി തുടങ്ങിയത്. കൊച്ചി രാജാവായ രാമവർമ്മയാണ് അണക്കെട്ടിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. അന്ന് ആരംഭിച്ച ജോലി 957 മെയ് 15 പൂർത്തിയായത്. ഏകദേശം 399 ലക്ഷം രൂപയാണ് ആ പദ്ധതിക്ക് വേണ്ടി ചെലവായത്. ഒരു പക്ഷി വന്നു പോയി അതിൻ്റെ ഇടയിൽ. പ്രകൃതി രമണീയമായ ഹോട്ടൽ. ഇതാ ഒരു പക്ഷി അതവിടെ ഒരു ഫുള്ള് മീൻ പൊരിച്ചത് 1/2 കിലോൻ്റെ മേലുണ്ടാവും. വെറും 70 രൂപ. നല്ല ചോറ്, അച്ചാറ്, കാബേജ്, അരിപ്പേരി, പരമ്പരി കറിയാ, 2 കറി, മീൻ കറി, സാമ്പാറും മീൻ കറി. ഇതിൻ്റെ പീസാരാണ്. ഇവിടെയുള്ള ഹോട്ടലുകളിലൊക്കെ ഉച്ചഭക്ഷണത്തിന് മീൻ ഉണ്ടാകും. ഇത് ഡാമിൽ വളർത്തി ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനുകളാണ്. അപ്പോൾ സാധാരണ മീനുകളേക്കാൾ കുറച്ചൊരു ടേസ്റ്റ് കുറവാണ്. ഒരു ഡാം മീനിൻ്റെ ചൊയ ഉണ്ട് പ്രത്യേകം. മീനിൻ്റെ കറിയിലുള്ള പീസ് പറ്റില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പെൻസ്റ്റോക്ക് പൈപ്പുകൾ കണ്ടു. ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ നമ്മൾ പറഞ്ഞതുപോലെ ഷോളയാർ ഡാമിൻ്റെ ഭാഗമാണ്. ഈ പൈപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഡാമിലുള്ള വെള്ളം പവർ ഹൗസിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത്. ജലവൈദ്യുത പദ്ധതികളിലൊക്കെ അണക്കെട്ടിത്ത വെള്ളം ടർബൈനുകളിലേക്ക് കൊണ്ടുപോകുന്ന വലിയ ഇത്തരത്തിലുള്ള പൈപ്പുകളെയാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ എന്ന് പറയുന്നത്. ഇത് മലഞ്ചെരിവുകളിൽ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ വളരെ അകലെ നിന്ന് തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ. നമ്മൾ നിലമ്പൂരുള്ള ആട്ടിയൻപാറ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോയാൽ അവിടെ നിങ്ങൾക്കിത് കാണാൻ കഴിയും. ദൂരെ നമ്മൾ കാണുന്നത് ഷോളയാർ ഡാമിൻ്റെ സ്പിൽവേകളാണ്. ഷോളയാർ ഡാമിന് സ്പിൽവേകളില്ല. നമ്മൾ അതിൻ്റെ ഫ്ലാങ്കിങ് ഡാം എന്ന് പറഞ്ഞല്ലോ, അതിനാണ് സ്പിൽവേകളുള്ളത്. അത് നമുക്കിങ്ങനെ പോകുന്ന വഴിയിൽ അടുത്തായിട്ട് കാണാൻ കഴിയും. ഇത് വെള്ളമൊക്കെ തുറന്നു വിട്ടാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പോൾ നമ്മൾ അപ്പർ ഷോളയാർ ഡാമിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അധിക കടകളും ആ ഡാമത്തെ മീനുകൾ പിടിച്ചിട്ട് പുറത്തിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. മസാല തേച്ചിട്ടൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ വേറൊരു കാഴ്ച കണ്ടത് തേനാണ്. അപ്പോൾ തേന് ഭയങ്കര ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രൂപത്തിലാണ്. തേനീച്ചകളൊക്കെ ഉണ്ട്, തേനിങ്ങനെ ഉറ്റുന്നുണ്ട്. പക്ഷെ കൂട്ടുകാരൻ പറഞ്ഞു ഇതിലും ചതികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. നമ്മൾ വാങ്ങിയില്ല. തേനീച്ച ഉണ്ട് കേട്ടോ, തേനീച്ച ഉണ്ട്. അന്നെ ഇത് ഉടുപ്പിട്ടുണ്ടാകും ഊറ്റണ്. എത്രയാണ് അവർ ഇട്ടുന്നത്? മഴയൊന്നും നല്ല രൂപത്തിൽ കിട്ടിത്തുടങ്ങാത്തത് കൊണ്ട് ഡാമിൻ്റെ റിസർവോയറുകളിലൊക്കെ വെള്ളം കുറവാണ്. ഇത് നല്ല വേനലിൽ വറ്റിപ്പോകുന്ന കാഴ്ചകൾ വരെ ഉണ്ടാകാറുണ്ട്. നമ്മൾ കേരളത്തിലെ കാരന്തൂർ മർക്കസ് അവർ നിർമ്മിച്ചു കൊടുത്ത പള്ളിയാണ്. ചെറിയൊരു നിസ്കാരപ്പള്ളി. യാത്രക്കാർക്കൊക്കെ വളരെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് യാത്രക്കാർ ഇറങ്ങി നിസ്കരിക്കുന്നുണ്ട്.
ഇത് മലക്കപ്പാറയിലെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയുള്ള കാഴ്ചയാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലുള്ള ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷനാണ് മലക്കപ്പാറ. തേയിലത്തോട്ടങ്ങൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കൊക്കെ പേര് കേട്ട സ്ഥലമാണിത്. മലക്കപ്പാറയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് ബാലൻപാറ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്ക് വളരെ പേരുകേട്ട സ്ഥലമാണത്. അതുപോലെ തന്നെ മലക്കപ്പാറയിൽ നിരവധി വ്യൂ പോയിന്റുകളുണ്ട്. അവിടെ നിന്നൊക്കെ നോക്കിയാൽ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് വാൾപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള റോഡാണ്. നിരവധി ഹമ്പുകളൊക്കെയുള്ള, നമ്മുടെ വേഗത വളരെയധികം നിയന്ത്രിക്കാനുള്ള, കാരണം ഡേഞ്ചറായിട്ടുള്ള റോഡാണ്. നമ്മൾ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം, പക്ഷേ ഇപ്പോഴും തണുപ്പുണ്ട്. നിരവധി ഹമ്പുകളുണ്ട്. നല്ല അടിപൊളി റോഡാണ്. ഇവിടെയൊക്കെ വളരെ സൂക്ഷിച്ച്, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടൊക്കെ നല്ലവണ്ണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട റോഡുകളാണ്. മലക്കപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിൽ 40 ഹെയർ പിൻ വളവുകളോട് കൂടിയ ഈ ചുരമാണ് വളരെയധികം മനോഹരമായ ഒരു അനുഭവം നമുക്ക് നൽകുന്ന മറ്റൊരു കാര്യം. ആനമലൈ ചുരമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇരുവശങ്ങളിലും ഉയരമുള്ള മലകളും പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളുമൊക്കെ നമ്മുടെ യാത്രയെ കൂടുതൽ മനോഹരമാക്കും. ഈ ചുരം നമ്മൾ കടന്നു പോകുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ആനമലൈ ടൈഗർ റിസർവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുരമിറങ്ങി വരുമ്പോൾ നമുക്ക് പല കാഴ്ചകളും കാണാൻ സാധിക്കും, പല ജീവികളെയും കാണാൻ കഴിയും. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ്സുകളൊക്കെ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ഫുള്ള് കോടാ ഇങ്ങോട്ട് കയറുന്നുണ്ട്. ഇവിടെ നിർത്തിയാൽ നമുക്ക് കറക്റ്റ് കിട്ടുക. ഇങ്ങോട്ട് കയറുന്നുണ്ട്, ബാക്കിലേക്ക് വരുന്നത്. ഇങ്ങോട്ട് വരുമോ അല്ലേ? ഇങ്ങോട്ട് വരുന്നുണ്ട്. നട്ടുച്ചക്ക് ലൈവ് കോടാ. അതാ ഈ വളവ് തിരിഞ്ഞാൽ ഒന്നും കണ്ണാണില്ല. അസുഖമല്ല. അതവിടെ ഇവിടെയാണ്. ഇവിടെ ട്രാക്ക് ചെയ്യും. മേലെ പോകാം. നമ്മൾ എന്നോടത്ത് എത്തണം കിട്ടുന്നില്ല. എവിടെ പോയോ? നല്ല രസം. വാട്ടർഫോൾ. ഇവിടെ വാട്ടർഫോൾ. അപ്പോൾ ആനമല ടൈഗർ റിസർവിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചുരം നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആളിയാർ ഡാമിൻ്റെ റിസർവോയർ താഴെ നിന്ന് നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിശാലമായിട്ട് കിടക്കുകയാണ്. നമുക്കിനി 13 ഹെയർ പിൻ വളവുകളാണ് ബാക്കിയുള്ളത്. ഓരോ ഹെയർ പിൻ വളവുകൾ നമ്മൾ പിന്നിടുമ്പോഴും എത്ര ഹെയർ പിൻ വളവുകൾ നമ്മൾ പിന്നിട്ടു എന്ന് അവിടെ സൈഡിൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 40 ഹെയർ പിൻ വളവുകളാണുള്ളത്. താഴേക്ക് നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് ഒരുവിധം നമുക്ക് ഒരുപാട് ദൂരം വരെ ചുരം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വ്യൂ. വാൾപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള ആളിയാർ ഡാമിൻ്റെ സീനാണ്. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല വളരെയധികം മനോഹരമായ ദൃശ്യമാണ്. നമ്മുടെ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണുള്ളത്. അണ്ണാമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ. അണ്ണാമലൈ ടൈഗർ റിസർവ് അല്ല, ആനമല ടൈഗർ റിസർവാണ്. നമുക്കത് തെറ്റിപ്പോയതാണ് ആദ്യത്തിൽ. കാണട്ടെ. ദൈവ കുത്തുവോ? കുത്തുവോ? ഞാൻ പാറമള്ളൊന്ന് വീഡിയോ എടുക്കട്ടെ.
ഇതാ ഈ കുത്തനുള്ള പാറമ വരയാടുകൾ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ഇതവിടേക്ക് വരയാടുകളുണ്ട്. ക്ലിയർ ഉണ്ടോ അറിയില്ല. ഓക്കെ, ഇവിടെ ദാ വരയാടുകൾ. എവിടാ ആനനെ കണ്ട? ആന 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 നല്ല ദൂരെ അല്ലേ? ഇതിൽ ക്ലിയർ ഉണ്ടോ അറിയില്ല. ആന ആനക്കൂട്ടം അതിൻ്റെ ആ ഉള്ളിലേക്ക് മറന്നിക്കണ ഭാഗത്തുണ്ടല്ലേ. അപ്പോൾ മുയലിനെയും ആനനെയും കണ്ടു ഇവിടുന്ന്. ഇവിടെ ഇവിടെ ഒരു മയിലുണ്ട്. ഇവിടെ ഒരു പന്നിക്കൂട്ടുണ്ട്. ഇവിടെ പന്നിക്കൂട്ടം. ഇവിടെ അവിടെ ആന, അവിടെ ആനക്കൂട്ടം. ഉഷാറായില്ലേ? ഇനി നോക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആണോ വാലൊക്കെ ഉണ്ട്. അപ്പോൾ കടുവ ഉണ്ടാവോ? ഇവിടെ ബാക്കി തിരിഞ്ഞു നോക്ക്. അതിൻ്റെ വാലൊക്കെ നീ പേടിച്ച് പൊന്തിച്ചിരിക്കണം. അപ്പോൾ കടുവ വന്ന് പിടിക്കണം. ഇങ്ങോട്ട് ഓടുന്നുണ്ടല്ലേ? രണ്ടെണ്ണം ഉള്ളൂ അല്ലേ? ഈ ബാക്കിൽ ഫുള്ള് മയില. ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. കടുവുണ്ടോ? ഇവിടെയുള്ള മാന്, മയിൽ, പന്നി, അതുപോലെ ആനക്കൂട്ടം അതിനൊക്കെ കാണാൻ വേണ്ടി ഇവിടെ കുറച്ച് സമയം കൊണ്ട് തടിച്ചുകൂടിയ ആൾക്കാരാണ്. മിക്കവാറും ഇപ്പോൾ പോലീസ് ഒന്ന് പായിപ്പിക്കും. ഏതായാലും നല്ലൊരു കാഴ്ച കിട്ടില്ല. ആനമലയാണ്, അണ്ണാമലയല്ല. ടൈഗർ റിസർവ്ക്ക് കയറുന്നിടത്ത് ഉള്ള ബോർഡാണ്. ഇവിടെ നമ്മൾ 30 രൂപ ഒരാൾക്ക് വെച്ച് കൊടുക്കണം. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങൾ കാശൊന്നും കൊടുത്തിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ, പൊള്ളാച്ചിയിൽ നിന്ന് അങ്ങോട്ട് കയറുമ്പോഴാണ് നമ്മളടുത്തുനിന്ന് പൈസ വാങ്ങിക്കുന്നത്. ആനമല ടൈഗർ റിസർവിൻ്റെ എക്സിറ്റ് കഴിഞ്ഞ ശേഷം തൊട്ടുടനെ വലത്തെ സൈഡിൽ നമുക്ക് ഇറങ്ങിയാൽ ആളിയാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇറങ്ങണോ? എന്തേ അടുത്തേക്ക്? എന്നിട്ട് ചോറിന് വിളിച്ചിന്. ഇവിടെ ചോറിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആനമല ടൈഗർ റിസർവൊക്കെ നമ്മൾ നന്നായി ആസ്വദിച്ചു. അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇനി നമ്മുടെ പൊള്ളാച്ചിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. വളരെ മനോഹരമായ തനിനാടൻ തമിഴ് ഗ്രാമങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും നമ്മുടെ നാട്ടിലെ പുളീൻ്റെ മരമാണുള്ളത്. ഇനിയും 14 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് പൊള്ളാച്ചിയിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ ഇനി പൊള്ളാച്ചിയിലേക്ക് 11 കിലോമീറ്ററാണ് കാണിക്കുന്നത്. റോഡുകളൊക്കെ നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ പോകാൻ കഴിയും. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് റോഡിലേക്ക് നമ്മൾ കയറി. തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് പൊള്ളാച്ചി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തെങ്ങിൻ തോട്ടങ്ങൾക്കും പച്ചക്കറി കൃഷിക്കൊക്കെ പേര് കേട്ട ഒരു സ്ഥലമാണ് പൊള്ളാച്ചി. പിന്നെ നമ്മൾ ആനമല ടൈഗർ റിസർവിൽ മൃഗങ്ങളെ കണ്ട സമയത്ത് നിർത്തിയിരുന്നു. അതുപോലെ തന്നെ കാട്ടാടുകളെ കണ്ട സമയത്ത് നിർത്തിയിരുന്നു. പക്ഷേ അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇനി അതിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഏത് കാനനപാതയായാലും ഏത് വനപാതയായാലും നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഇറങ്ങുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ആടുകളെ ഞങ്ങൾ കണ്ട സ്ഥലത്ത് നമ്മൾ തൂണുകളുണ്ട്. അവിടെ ആ തൂണുകളിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാമറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളവിടെ ഇറങ്ങാൻ പാടില്ല. കാരണം അത്
വന്യജീവികളുടെ സ്വൈര്യവിഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള വേസ്റ്റുകളും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കാട്ടിലും നമ്മൾ ഇട്ടുകൊണ്ട് അവിടെ മലിനമാക്കരുത്. കാടിനെ നമ്മൾ സംരക്ഷിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും, അത് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവം ചെയ്ത് അതിനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് ഇങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് നമ്മുടെ വരും തലമുറക്ക് വേണ്ടി കൂടി നമ്മൾ കാത്തു സൂക്ഷിക്കണം. പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര ചെടികളൊക്കെ നട്ട് ഈ പ്രകൃതിയെ പരിപാലിക്കുന്നതിൽ, സംരക്ഷിക്കുന്നതിൽ നമുക്കും പങ്കുചേരാൻ സാധിക്കണം. ഓരോ യാത്രകളും നമുക്കൊരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കും. അതിരാവിലെ തന്നെ പുറപ്പെട്ട് രാത്രി വൈകി തിരിച്ചെത്തിയ ഈ യാത്രയും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് എക്സ്പീരിയൻസും നമുക്ക് നൽകി. തീർച്ചയായും നിങ്ങൾ പോയിരിക്കേണ്ട ഒരു റൂട്ടാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ബൈക്കിൽ തന്നെ പോകണം. പക്ഷേ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ പോകാൻ. മഴക്കാലത്ത് ഒന്നുകൂടി പോകാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.